കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാളത്തിലെ 6ാമത്തെ പാഠമായ പിന്നെയും പിന്നെയും ചെറുതായ പാലപ്പം എന്ന പാഠം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയെ കണ്ടില്ലേ നിങ്ങൾ? അവരുടെ കയ്യിലുള്ള പാലപ്പം വന്നിട്ട് ഓരോ ആൾക്കാർ വന്ന് തിന്നു. ആരൊക്കെ ആയിരിക്കും തിന്നത്? പൂച്ചയുണ്ട്, ഉറുമ്പുണ്ട്, പപ്പിയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ വന്നിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പാലപ്പം തിന്നു. അപ്പോൾ പാലപ്പം എന്തായി? ചെറുതായി. കണ്ടില്ലേ കുട്ടിയുടെ പാത്രത്തിലെ പാലപ്പം ചെറുതായത്? അങ്ങനെയാണെങ്കിൽ ഈ പാഠഭാഗത്തുള്ള വരികൾ നമുക്ക് ചേർത്തെഴുതാം. എന്തൊക്കെയാണ് പറയുന്നത്? വെളുത്തൊരു പാലപ്പം, എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ, പൂച്ച വന്ന് തിന്നിട്ടോ, പതുപതുത്തൊരു പാലപ്പം, എങ്ങനെ ചെറുതായി. ബാക്കി വരി എങ്ങനെ എഴുതാം? കാക്ക വന്ന് കൊത്തിയിട്ടോ, പപ്പി വന്ന് തിന്നിട്ടോ, വെളുത്തൊരു പാലപ്പം, എങ്ങനെ ചെറുതായി. കാക്ക വന്ന് കൊത്തിയിട്ടോ, പപ്പി വന്ന് തിന്നിട്ടോ, വെളുത്തൊരു പാലപ്പം, എങ്ങനെ ചെറുതായി. ഇനി അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ എന്തൊക്കെയാണ് പറയുന്നത്? പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. ബാക്കി വരി എങ്ങനെ എഴുതാം? വട്ടത്തിലുള്ളൊരു പാലപ്പം, വെളുത്തൊരു പാലപ്പം, ഉണ്ണിക്കു വേണം പാലപ്പം, ചേച്ചിക്കു വേണം പാലപ്പം, എന്തു രസമീ പാലപ്പം. എങ്ങനെയൊക്കെയാണ് വരികൾ? വട്ടത്തിലുള്ളൊരു പാലപ്പം, വെളുത്തൊരു പാലപ്പം, ഉണ്ണിക്കു വേണം പാലപ്പം, ചേച്ചിക്കു വേണം പാലപ്പം, എന്തു രസമീ പാലപ്പം. അപ്പോൾ കൂട്ടുകാരെ ഏതൊക്കെ വരികൾ പഠിച്ചു? പുതിയ വരികൾ ചേർത്തത് എന്തൊക്കെയാണ്? കാക്ക വന്ന് കൊത്തിയിട്ടോ, പപ്പി വന്ന് തിന്നിട്ടോ, വെളുത്തൊരു പാലപ്പം, എങ്ങനെ ചെറുതായി. വട്ടത്തിലുള്ളൊരു പാലപ്പം, വെളുത്തൊരു പാലപ്പം, ഉണ്ണിക്കു വേണം പാലപ്പം, ചേച്ചിക്കു വേണം പാലപ്പം, എന്തു രസമീ പാലപ്പം. ഇനി അടുത്ത പേജ് നോക്കാം. എന്താണ്? രുചിമേളം. രുചിമേളത്തിൽ മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ ഭക്ഷണങ്ങൾ പല രീതിയിലുമുണ്ട്. മധുരമുള്ളതുണ്ടാവും, പുളിയുള്ളതുണ്ടാവും, കയ്പുള്ളതുണ്ടാവും. കൂട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് മധുരമുള്ളതിൽ എന്തൊക്കെ എഴുതാം? കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായി, ലഡു, അതാണ് മധുരമുള്ളതിൽ എഴുതാം. ഈ പുളിയുള്ളതിൽ എന്തൊക്കെ എഴുതാം? നാരങ്ങ, ഓറഞ്ച്, ഇതെല്ലാം പുളിയുള്ളതിൽ എഴുതാം. കയ്പുള്ളവ, കയ്പ, മുള്ളങ്കി, ഇതൊക്കെ നമുക്ക് കയ്പുള്ളതിലും എഴുതാം. ഇപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണേ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ചിത്രം നോക്കൂ. കാക്കപ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ, എഴുതൂ. അപ്പോൾ കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയൊക്കെ എഴുതാം? ഒരു ദിവസം കാക്കമ്മക്ക് അടപ്രഥമൻ കഴിക്കാനൊരാഗ്രഹം. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. കൂട്ടിന് പപ്പിയെയും പൂച്ചയെയും കോഴിയെയും കൂട്ടി. എല്ലാവരും കൂടി വേണ്ട സാധനങ്ങൾ വാങ്ങി. അവരുടെ സഞ്ചിയിൽ ശർക്കര, നെയ്യ്, ഉപ്പ്, അണ്ടി, മുന്തിരി, തേങ്ങ, അട എന്നിവ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ സഞ്ചിയിലുള്ളത്? അവരുടെ സഞ്ചിയിൽ ശർക്കര, നെയ്യ്, ഉപ്പ്, അണ്ടി, മുന്തിരി, തേങ്ങ, അട ഇവയെല്ലാം അവരുടെ സഞ്ചിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ചൂടുവെള്ളത്തിൽ അട വെച്ചു. കാക്കയമ്മയാണ് ഇതെല്ലാം
ചെയ്തത്. എന്നിട്ട് അടുപ്പിൽ ഒരു പാത്രം വെച്ച് നെയ്യൊഴിച്ച് അണ്ടിയും മുന്തിരിയും വറുത്തു കോരി. പൂച്ചമ്മ തേങ്ങ ചിരവി പാലെടുത്തു. പപ്പി ശർക്കര ഉരുക്കി. പിന്നെ കാക്കമ്മ അട വേവിച്ചു. ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ചു അണ്ടിയും മുന്തിരിയും ഇട്ട് എല്ലാവർക്കും കാക്കമ്മ വിളമ്പിക്കൊടുത്തു. എന്തൊരു രുചി! എല്ലാവർക്കും ഇഷ്ടമായി. പ്രഥമൻ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കാക്കമ്മ പ്രഥമനുണ്ടാക്കിയ കഥയാണ് ഇവിടെ നമ്മൾ എഴുതി ചേർത്തത്. അടുത്ത പേജ് നോക്കാം. ഇനി പാവയ്ക്കയെ പറ്റിയിട്ടുള്ള പാട്ടാണ് അടുത്തത്. എന്താണ് കൂട്ടുകാർ പാവയ്ക്ക കഴിച്ചിട്ടുണ്ടോ? പാവയ്ക്ക എന്താണ്? മധുരമാണോ കയ്പ്പാണോ? എന്താണ് പാവയ്ക്ക കയ്പ്പാണല്ലേ? അപ്പം പക്ഷേ പാവയ്ക്ക കയ്പ്പാണെങ്കിലും വളരെ പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് എന്ത്? പാവയ്ക്ക. അപ്പോൾ ഒരു കുട്ടി പറയാണ്, എന്താ പറയുന്നത്? അച്ഛ പിച്ചാം പാവയ്ക്ക. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? പിച്ചാം മോനെ പാവയ്ക്ക. കയ്പ്പാണച്ച പാവയ്ക്ക, പോഷകമാണ് പാവയ്ക്ക, വെക്കാം നല്ലൊരു പാവയ്ക്ക, കയ്പ്പാണച്ച പാവയ്ക്ക, തിന്നാം മോനെ പാവയ്ക്ക. എങ്ങനെയാ പാടണ്ടേ? അച്ഛ പിച്ചാം പാവയ്ക്ക, പിച്ചാം മോനെ പാവയ്ക്ക, കയ്പ്പാണച്ച പാവയ്ക്ക, പോഷകമാണ് പാവയ്ക്ക, വെക്കാം നല്ലൊരു പാവയ്ക്ക, കയ്പ്പാണച്ച പാവയ്ക്ക, തിന്നാം മോനെ പാവയ്ക്ക. ഇതാണ് ഇവിടെ കൂട്ടുകാർ ചേർത്ത് എഴുതേണ്ടത്. അടുത്തത് ആഹാര വിശേഷങ്ങൾ. നിങ്ങൾ പല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടില്ലേ? എങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളുണ്ട്? ആവിയിൽ വേവിച്ചെടുത്തതുണ്ട്, ചുട്ടെടുത്തതുണ്ട്, വറുത്ത് കോരിയതുണ്ട്, വേവിക്കാത്തതുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുത്തിട്ട ഭാഗത്ത് ഏതൊക്കെയാ ആഹാരങ്ങളെന്ന് വെച്ചാൽ അത് പൂരിപ്പിക്കാം. അപ്പോൾ ആവിയിൽ വേവും ആഹാരങ്ങൾ ഏതൊക്കെയാണ് ആവിയിൽ വേവുന്നത്? ഇലയട, പുട്ട്, കോഴിക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം. ഇനി കൂട്ടുകാർ അറിയുന്ന ബാക്കിയുള്ള അപ്പങ്ങളും പൂരിപ്പിക്കണേ. എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? ഇഡ്ഡലി എഴുതാം അല്ലേ? ഇനി കൂട്ടുകാർക്ക് അറിയുന്നതും കൂടി ചേർത്ത് എഴുതുക. ചുട്ടെടുക്കും ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ചുട്ടെടുക്കുന്ന ആഹാരങ്ങളിലുള്ളത് ഓട്ടട, പത്തിരി, ദോശ, അടുത്തത് എന്ത് എഴുതാം? ചപ്പാത്തി. ഇനി വറുത്തെടുക്കും ആഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വറുത്തെടുക്കൽ? ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, സമൂസ, നെയ്യപ്പം, പഴംപൊരി. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതി ചേർക്കാം. ഇനി വേവിക്കാത്തവ പലതുമുണ്ട്. വേവിക്കാതെ കഴിക്കുന്നതുമില്ലേ? എന്തൊക്കെയാണ് കഴിക്കുന്നത് നമ്മൾ? മോര്, തൈര്, സർബത്ത്, പിന്നെ ജ്യൂസ്, നാരങ്ങ വെള്ളം, അച്ചാറ്. ഇതെല്ലാം നമ്മൾ വേവിക്കാതെ കഴിക്കുന്നതാണ്. ഇനി അടുത്ത പേജ് എടുക്കൂ. അടുത്ത പേജിൽ എന്തൊക്കെയുണ്ട്? പദക്കേളി അല്ലേ? സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തിയത്. നമ്മൾ സദ്യ കഴിക്കാറില്ലേ? ഈ സദ്യയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടാവും? അതെല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടെയുള്ള ഒഴിഞ്ഞ സ്പേസിൽ എഴുതി ചേർക്കുക. ഫസ്റ്റിലെ ആദ്യത്തെ നമുക്ക് എന്ത് എഴുതാം? പഴം. അത് താഴേക്ക് വായിക്കുമ്പോൾ എന്താകും? പച്ചടി. ഇനി അടുത്തത് എന്ത് എഴുതാം? പായസം. മോളിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ എഴുതാം? രസം. ഇനി ചോറ്, ഓലൻ, പ്രഥമൻ, പഴം, പച്ചടി, പായസം, രസം, ഓലൻ, ചോറ്, പ്രഥമൻ. സദ്യയിൽ എന്തെല്ലാം ഉണ്ടാവുമെന്ന് നോക്കാം അല്ലേ? പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ,
ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ. കൂട്ടുകാർ ഇതെല്ലാം കൂട്ടുകാരുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണേ. ഈ പറഞ്ഞ സദ്യയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടാകുന്നത്, ഉപയോഗിക്കുന്നത്, സദ്യ നമ്മളെല്ലാം എന്തൊക്കെ കഴിക്കുന്നത് എന്നുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എഴുതിയെടുക്കണം. എന്നിട്ട് ഇനി പൂരിപ്പിക്കുക ബാക്കിയുള്ള ഭാഗം. എന്തൊക്കെ നമുക്ക് ഇനി ഇതിലില്ലാത്ത എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് എഴുതാം? തോരൻ, അവിയൽ, കായ വറുത്തത്, ശർക്കര ഉപ്പേരി. തോരൻ, അവിയൽ, കായ വറുത്തത്, ശർക്കര ഉപ്പേരി. ഇപ്പോൾ കൂട്ടുകാർ നല്ല രസമുള്ള സദ്യ കഴിച്ചില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും സദ്യ കഴിച്ച് വയറ് നിറഞ്ഞല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എഴുതി നോക്കാം. എന്താണ്, എങ്ങനെയാണ്? ഇവിടെ രണ്ടാൾക്കാരെ കണ്ടില്ലേ? പൂച്ചയും പൂച്ചയുടെ കുഞ്ഞും. ഇവർക്ക് എന്താണ് പണി? അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം, അടിക്കാം. ദോശമാവ് കലക്കി. എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നതാണ് എഴുതി വെച്ചത്. ദോശമാവ് കലക്കി, പാകത്തിന് ഉപ്പ് ചേർത്തു. ഇനി എന്ത് ചെയ്തു? അടുപ്പിൽ തീ കത്തിച്ചു, ദോശക്കല്ല് ചൂടാക്കി, കല്ലിൽ എണ്ണ പുരട്ടി, മാവ് ഒഴിച്ചു പരത്തി, ദോശ മറിച്ചിട്ടു, പാത്രത്തിലെടുത്തു, കൈ കഴുകി വന്നു, വയറ് നിറയെ തിന്നു. അപ്പോൾ സദ്യയും കഴിച്ചു, ദോശയും കഴിച്ചു അല്ലേ? ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ എന്താ പറയുന്നത്? വട വേണോ വട. കൂട്ടുകാർക്ക് വട ഇഷ്ടമാണോ? വട തിന്നാൻ നല്ല രസമാണോ? അല്ലേ? വട നല്ല രസമാണല്ലേ? ഉള്ളിവടയോ? ഇനി അടുത്തത് അവിടെ എന്ത് പൂരിപ്പിക്കാം? ഉള്ളിവടയോ, ഉഴുന്ന് വടയോ, മസാല വടയോ? ഏത് വടയാ കഴിക്കണ്ടേ? ഉള്ളിവടയോ, ഉഴുന്ന് വടയോ, മസാല വടയോ? ഏത് വടയാ കഴിക്കേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഇനി അടുത്ത വരി നോക്കാം നമുക്ക്. പരിപ്പ് വടയോ? ഈ കുത്തിട്ട സ്ഥലത്ത് എന്ത് എഴുതാം? ഉള്ളിവടയോ, മസാല വടയോ? ഏത് വടയാ തിന്നേണ്ടേ? പരിപ്പ് വടയോ, ഉള്ളിവടയോ, മസാല വടയോ? ഏത് വടയാ തിന്നേണ്ടേ? അപ്പോൾ ഇതോടുകൂടി മലയാളത്തിലെ ഈ പാഠം അവസാനിപ്പിച്ചു. കൂട്ടുകാർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.